ഇന്ത്യ സഖ്യം എന്ന ഒരു ബദൽ സഖ്യത്തിന്റെ രൂപീകരണ സമയത്ത് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഈ സഖ്യത്തിൽ ഉണ്ടായിരുന്നു. നിരവധി രാഷ്ട്രീയ പാർട്ടികൾ തുടക്കത്തിൽ ഈ സഖ്യത്തിൽ അംഗമായിരുന്നു. ഈ സഖ്യം രൂപീകരിക്കുമ്പോൾ കോൺഗ്രസും CPM-ഉം സമാജ്വാദി പാർട്ടി, ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, BSP അങ്ങനെ നിരവധി മുന്നണികളും പാർട്ടികളും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊക്കെ തന്നെ എല്ലാവർക്കും പ്രധാനമന്ത്രിമാരാകണം എന്ന ആശയം അല്ലെങ്കിൽ ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ മുന്നണി ഇങ്ങനെ പൊളിഞ്ഞത് എന്ന് പറയുന്നു. രാഹുൽ ഗാന്ധിക്ക് ആകണം, മമതാ ബാനർജിക്ക് ആകണം, അഖിലേഷ് യാദവിനാകണം, മായാവതിക്കാകണം, അതുപോലെ അരവിന്ദ് കെജ്രിവാളിന്, എന്തിന് CPM-ൽ പിണറായി വിജയൻ വരെ പ്രധാനമന്ത്രിയായാൽ കൊള്ളാം എന്നുണ്ട് എന്നുള്ള വാദം അന്നേ നമ്മൾ കേട്ടിരുന്നു, മാധ്യമങ്ങളിലൂടെ ചർച്ചയും ചെയ്തിരുന്നു. ഇപ്പോൾ CPM ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് പറയപ്പെടുന്നു. ഇന്ത്യ മുന്നണി വിപുലപ്പെടുത്താനുള്ള ചില ശ്രമങ്ങളൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നു. പക്ഷേ അതൊന്നും വേണ്ടത്ര പ്രയോജനം ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു കൂട്ടായ്മ രൂപീകരിക്കാനോ ഒരു യോജിപ്പോടെ മുമ്പോട്ട് പോകാനോ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനിടയ്ക്ക് പിണറായി വിജയനെതിരെ കോൺഗ്രസിന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് കൂടിയായി രാഹുൽ ഗാന്ധി ചില പരാമർശങ്ങൾ നടത്തിയതിൽ ശക്തമായ നീരസമാണ് CPM പ്രകടിപ്പിച്ചത്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി മല്ലികാർജുൻ ഖാർഗെക്ക് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി കത്തയച്ചതായുള്ള വാർത്ത പുറത്തു വരുന്നു. അതായത് ഒരേ സഖ്യത്തിൽ, ഒരേ മുന്നണിയിൽ നിൽക്കുന്ന രണ്ടുപേർ, CPM-ഉം കോൺഗ്രസും, ഇവർ പരസ്പരം കുറ്റപ്പെടുത്തുകയും പരസ്പരം ചെളിവാരിയെറിയുകയും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന അർത്ഥത്തിൽ കൂടിയാണ് ഈ കത്തയച്ചത് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളിൽ കടുത്ത അതൃപ്തിയും പ്രതിഷേധവും അറിയിച്ചുകൊണ്ടാണ് MA ബേബി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്ക് കത്തയച്ചിരിക്കുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനെ കേന്ദ്ര ഏജൻസിയായ ED എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് അന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. നിരവധി കേസുകളിൽ കുറ്റാരോപിതനാണ്, മകൾ ഉൾപ്പെടെ കുറ്റാരോപിതയാണ്, എന്നിട്ടും എന്തുകൊണ്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഒരു കോൺഗ്രസ് നേതാവ് ചോദിച്ചത് ശരിയായില്ല എന്നാണ് ഇപ്പോൾ CPM പറയുന്നത്. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന മോദി പിണറായി ഡീൽ പ്രചരണം കോൺഗ്രസ് അഴിച്ചുവിട്ടുവെന്നും ഖർഗെയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ പ്രചരണം ഏറ്റെടുത്തു. അത് ശരിയായില്ല. ഇത്തരം പരാമർശങ്ങളെ കേവലം രാഷ്ട്രീയ ആരോപണങ്ങളായി മാത്രം കാണാൻ കഴിയില്ലെന്നും ഇതും തികച്ചും ആസൂത്രിതമായ പ്രചരണമാണ് എന്നുമാണ് MA ബേബിയുടെ വാദം. ദേശീയ തലത്തിൽ BJP-ക്കെതിരെ രൂപീകരിച്ച പ്രതിപക്ഷ ഐക്യത്തിൽ വലിയ തോതിൽ വിള്ളലുണ്ടാക്കാൻ കോൺഗ്രസിന്റെ ഈ നിലപാട് കാരണമായി. വരാനിരിക്കുന്ന യോഗങ്ങളിൽ CPM തങ്ങളുടെ ശക്തമായ പ്രതിഷേധം നേരിട്ട് അറിയിക്കും കോൺഗ്രസിനെ എന്നും ഇപ്പോൾ MA ബേബി ഈ കത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ അനൈക്യത്തിന്റെ മറ്റൊരു ലക്ഷണ ശാസ്ത്രമാണ് ഇതിലൂടെയൊക്കെ കാണുന്നത്. പരസ്പരം കുറ്റപ്പെടുത്തുന്നു. ഒരു സംസ്ഥാനത്ത് ഒരുമിച്ച് നിൽക്കുമ്പോൾ മറ്റ് സംസ്ഥാനത്ത് രണ്ട് തട്ടുകളിൽ നിൽക്കുന്നു. കേരളത്തിൽ രണ്ട് ചേരികളിൽ നിൽക്കുമ്പോൾ അഖിലേന്ത്യാ തലത്തിലും അതുപോലെ തന്നെ നേരത്തെ തമിഴ്നാട്ടിലുമൊക്കെ ഒന്നായി നിന്നിരുന്നു. ഇത്തരം രാഷ്ട്രീയ സദാചാരമില്ലായ്മ അല്ലെങ്കിൽ നിലപാടില്ലായ്മയെ എങ്ങനെ ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമാക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന ചോദ്യം ജനങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും.